ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കംപ്ലീറ്റ് ചെയ്ത ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗവുമായി ബന്ധപ്പെട്ട് PSC എക്സാംസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ വീഡിയോസ് ഇതുവരെ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ലാസ്കോ എന്ന പ്രദേശം ഏത് രാജ്യത്താണ്? ഇതാണ് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ലാസ്കോ എന്ന പ്രദേശം ഏത് രാജ്യത്താണ്? എവിടെയാണ്? ഫ്രാൻസിലാണ്. ഉത്തരം ഫ്രാൻസ്. ദെൻ ഏത് കാലഘട്ടത്തിലെ മനുഷ്യരാണ് ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ വളർത്തിയത്? നവീന ശിലായുഗം. ഏതാണ്? ഏത് കാലഘട്ടത്തിലെ മനുഷ്യരാണ് ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ വളർത്തിയത്? നവീന ശിലായുഗത്തിലെ മനുഷ്യരാണ്. ഭിംബേത്കയിലെ ഗുഹകളിൽ കാണുന്ന സംഘനൃത്തം, വേട്ടയാടൽ തുടങ്ങിയ ഏത് ശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകളാണ് നൽകുന്നത്? എന്താണ്? ഭിംബേത്കയിലെ ഗുഹകളിൽ കാണുന്ന സംഘനൃത്തം, വേട്ടയാടൽ തുടങ്ങിയവ ഏത് ശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകളാണ് നമുക്ക് നൽകുന്നത്? പ്രാചീന ശിലായുഗത്തിലെയാണ്. ഏതാണ്? പ്രാചീന ശിലായുഗം. ദ നെക്സ്റ്റ് വൺ, തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. ഏതാണ്? തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവീന ശിലായുഗത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? എന്താണ്? നവീന ശിലായുഗത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ. ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ. നെക്സ്റ്റ് വൺ, പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഭിംബേത്കയുടെ പ്രധാന സവിശേഷത എന്താണ്? കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ്. എന്താണ്? കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഭിംബേത്കയുടെ പ്രധാന സവിശേഷത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീസോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്ന ശിലായുഗം ഏതാണ്? എന്താണ്? മീസോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്ന ശിലായുഗം ഏതാണ്? മധ്യശിലായുഗമാണ്. ദെൻ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, അതുപോലെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നീ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ആരുടേതാണ്? ഗോർഡൻ ചൈൽഡിൻ്റെതാണ്. അപ്പോൾ എന്താണ്? മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നീ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ആരുടേതാണ്? ഗോർഡൻ ചൈൽഡിൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങളും മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കിയതും ഏത് യുഗത്തിലെ ജനതയാണ്? എന്താണ്? ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങളും മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കിയതും ഏത് യുഗത്തിലെ ജനതയാണ്? പ്രാചീന ശിലായുഗത്തിലെ ജനതയാണ്. ഏതാണ്? പ്രാചീന ശിലായുഗത്തിലെ ജനത. നെക്സ്റ്റ് വൺ, മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. എന്താണ്? മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗം. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷി നവീന ശിലായുഗത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? ഗോർഡൻ ചൈൽഡാണ്. ആരാണ്? കൃഷി നവീന ശിലായുഗത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? ഗോർഡൻ ചൈൽഡ്. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രമായ നർമ്മദ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. എന്താണ്? ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രമായ നർമ്മദ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ദെൻ ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചത്? എന്താണ്? ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചത്? ഏത് കാലഘട്ടത്തിലാണ്? മധ്യശിലായുഗത്തിലാണ്. ഏതാണ്? മധ്യശിലായുഗം. ദെൻ പാലിയോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? പ്രാചീന ശിലായുഗമാണ്. എന്താണ്? പാലിയോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത് പ്രാചീന ശിലായുഗമാണ്. ദ നെക്സ്റ്റ് വൺ, ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങിയത് ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ്? മധ്യശിലായുഗമാണ്. എന്താണ്? ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങിയത് ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ്? മധ്യശിലായുഗമാണ്. അടുത്തത്, ഏകദേശം 8000 വർഷം മുമ്പുള്ള നവീന ശിലായുഗത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? കൃഷി ആരംഭിച്ചു. എന്താണ്? ഏകദേശം 8000 വർഷം മുമ്പുള്ള നവീന ശിലായുഗത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? കൃഷി ആരംഭിച്ചതാണ്. നെക്സ്റ്റ് വൺ, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചതും കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയതും ഏത് ശിലായുഗത്തിലെ ജനതയാണ്? പ്രാചീന ശിലായുഗമാണ്. എന്താണ്? കല്ലുകൊണ്ട് ചെറിയ പ്രതിമകൾ നിർമ്മിച്ചതും കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയതും ഏത് ശിലായുഗത്തിലെ ജനതയാണ്? പ്രാചീന ശിലായുഗത്തിലെ ജനതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. എന്താണ്? നിയോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത് നവീന ശിലായുഗമാണ്.
ഓക്കെ, നെക്സ്റ്റ് വൺ. ഏത് ശിലായുഗത്തിലെ നിവാസികളാണ് മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചത്? എന്താണ്? ഏത് ശിലായുഗത്തിലെ നിവാസികളാണ് മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചത്? ആരാണ്? മധ്യശിലായുഗമാണ്. എന്താണ്? മധ്യശിലായുഗം. നെക്സ്റ്റ് വൺ. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് നൽകുന്ന അൾട്ടാമിറ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? സ്പെയിനിലാണ്. എന്താണ്? പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് നൽകുന്ന അൾട്ടാമിറ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? സ്പെയിനിലാണ്. ദ നെക്സ്റ്റ് വൺ. വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചത് ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ്? മധ്യശിലായുഗമാണ്. എന്താണ്? വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചത് ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ്? മധ്യശിലായുഗം. ഓക്കെ, അടുത്തത്. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചത് ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ്? നവീന ശിലായുഗം. എന്താണ്? തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചത് ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ്? നവീന ശിലായുഗമാണ്. ദെൻ നെക്സ്റ്റ് വൺ. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ഷോവേ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ്. എന്താണ്? പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ഷോവേ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ്. ദെൻ നെക്സ്റ്റ് വൺ. ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ് നായയെ ഇണക്കി വളർത്തിയിരുന്നത്? മധ്യശിലായുഗത്തിലെയാണ്. എന്താണ്? ഏത് ശിലായുഗത്തിലെ മനുഷ്യരാണ് നായയെ ഇണക്കി വളർത്തിയിരുന്നത്? മധ്യശിലായുഗമാണ്. നെക്സ്റ്റ് വൺ. സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? മധ്യശിലായുഗമാണ്. എന്താണ്? സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് മധ്യശിലായുഗം. ദ നെക്സ്റ്റ് വൺ. മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്ന ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം ഏത് ശിലായുഗത്തിൻ്റെ പ്രത്യേകതയാണ്? നവീന ശിലായുഗത്തിൻ്റെയാണ്. എന്താണ്? മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്ന ഭക്ഷ്യശേഖരത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം ഏത് ശിലായുഗത്തിൻ്റെ പ്രത്യേകതയാണ്? നവീന ശിലായുഗത്തിൻ്റെ. ദ നെക്സ്റ്റ് വൺ. പ്രാചീന ശിലായുഗ കേന്ദ്രമായ കുർനൂൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. എന്താണ്? പ്രാചീന ശിലായുഗ കേന്ദ്രമായ കുർനൂൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. മധ്യശിലായുഗത്തെ സംബന്ധിച്ച് തെളിവുകൾ നൽകുന്ന ആദംഗഡ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. എന്താണ്? മധ്യശിലായുഗത്തെ സംബന്ധിച്ച് തെളിവുകൾ നൽകുന്ന ആദംഗഡ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ദ നെക്സ്റ്റ് വൺ. ഏത് ശിലായുഗത്തിലെ ജനതയാണ് ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചിരുന്നത്? നവീന ശിലായുഗത്തിലെയാണ്. ഏതാണ്? ഏത് ശിലായുഗത്തിലെ ജനതയാണ് ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചിരുന്നത്? നവീന ശിലായുഗത്തിലെയാണ്. ദ നെക്സ്റ്റ് വൺ. മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ നൽകുന്ന ബാഗോർ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. അപ്പം എന്താണ്? മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ നൽകുന്ന ബാഗോർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടാൻ പ്രധാനമായും ഏത് ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? ശിലായുധങ്ങളാണ് അല്ലേ? അപ്പം എന്താണ്? ശിലായുധങ്ങളാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടാൻ പ്രധാനമായും ഉപയോഗിച്ച ആയുധങ്ങൾ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. അപ്പം എന്താണ്? മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഹൻസ്ഗി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അപ്പം എന്താണ്? പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഹൻസ്ഗി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അതുപോലെ വംശനാശം സംഭവിച്ച മാമത്തിനെ ക്ലോണിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഫോസിൽ ശാസ്ത്രജ്ഞനാരാണ്? ടോറി ഹെറിഡ്ജ് ആണ്. അപ്പം എന്താണ്? വംശനാശം സംഭവിച്ച മാമത്തിനെ ക്ലോണിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഫോസിൽ ശാസ്ത്രജ്ഞരാണ്? ടോറി ഹെറിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഭിംബേത്ക സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. എന്താണ്? ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഭിംബേത്ക സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ദ നെക്സ്റ്റ് വൺ. മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായതിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച ജീവിവർഗത്തിന് ഉദാഹരണം ഏതാണ്? മാമത്താണ്. അപ്പം എന്താണ്? മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായതിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച ജീവിവർഗമാണ് മാമത്ത്. ദ നെക്സ്റ്റ് വൺ. പ്രാചീന ശിലായുഗ കേന്ദ്രമായ നാഗാർജുനകൊണ്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പം എന്താണ്? പ്രാചീന ശിലായുഗ കേന്ദ്രമായ നാഗാർജുനകൊണ്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, അടുത്തത്. മധ്യശിലായുഗത്തിലെ വേട്ടയാടലിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജഡം 2013 എവിടെ നിന്നാണ് കണ്ടെത്തിയത്? സൈബീരിയയിൽ നിന്നാണ്. എന്താണ്? മധ്യശിലായുഗത്തിലെ വേട്ടയാടലിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജഡം 2013 എവിടെ നിന്നാണ് കണ്ടെത്തിയത്? സൈബീരിയയിൽ നിന്നാണ്. ദ നെക്സ്റ്റ് വൺ. 10,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതും മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ കൊണ്ട് വംശനാശം സംഭവിച്ചതുമായ മാമത്ത് ഏത് കുടുംബത്തിൽപ്പെട്ട ജീവിയാണ്? ആന എന്ന കുടുംബത്തിൽപ്പെട്ട ജീവിയാണ്. എന്താണ്? 10,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതും മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ കൊണ്ട് വംശനാശം സംഭവിച്ചതുമായ മാമത്ത് ഏത് കുടുംബത്തിൽപ്പെട്ട ജീവിയാണ്? ആന കുടുംബത്തിൽപ്പെട്ട ജീവിയാണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഏത് ശിലായുഗത്തിലാണ്? മധ്യശിലായുഗത്തിലാണ്. അപ്പം എന്താണ്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഏത് ശിലായുഗത്തിലാണ്? മധ്യശിലായുഗത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും ഗുഹാചിത്രങ്ങൾക്ക് പേര് കേട്ട മധ്യപ്രദേശിലെ കേന്ദ്രം ഏതാണ്? ഫിംബേത്കയാണ്. അപ്പം എന്താണ്? ഫിംബേത്കയാണ് പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും ഗുഹാചിത്രങ്ങൾക്ക് പേര് കേട്ട മധ്യപ്രദേശിലെ കേന്ദ്രം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? മെഹർഗഡ് ആണ്. പാകിസ്ഥാനിലെ മെഹർഗഡ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നവീന ശിലായുഗ കേന്ദ്രം. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി കൃഷി ആരംഭിച്ചത് എവിടെയാണ്? മെഹർഗഡിലാണ്. അപ്പം അതാണ് മെഹർഗഡിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ. യജമാനനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ച നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? ബർസാഹോമാണ്. എന്താണ്? യജമാനനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ച നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? ബർസാഹോമാണ്. ദ നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി പരുത്തി കൃഷി ആരംഭിച്ചത് എവിടെയാണ്? മെഹർഗഡിലാണ്. അപ്പം എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി പരുത്തി കൃഷി ആരംഭിച്ചത് മെഹർഗഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താമ്രശിലായുഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്ഖനനങ്ങൾ അല്ലെങ്കിൽ എക്സ്കവേഷൻസ് അല്ലെങ്കിൽ പഠനങ്ങൾ നടന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ജോർവയിലാണ്. അപ്പം എന്താണ്? താമ്രശിലായുഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്ഖനനങ്ങൾ നടന്നത് എവിടെയാണ്? ജോർവയാണ്, മഹാരാഷ്ട്രയിലെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? മെഹർഗഡ് ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? മെഹർഗഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ താമ്രശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ സംസ്കാരം നിലനിന്നിരുന്നത് എവിടെയാണ്? ജോർവയാണ്. അപ്പോൾ ജോർവേ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ താമ്രശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ സംസ്കാരം നിലനിന്നിരുന്നത് എവിടെയാണ്? ജോർവയിലാണ്. ഇത്രയുമാണ് ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും. സോ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.